പിന്നെ എൻ്റെ കാലഘട്ടത്തിലാണ് വ്യവസായം വല്ലാണ്ട് വികസിച്ചു പോയത് എന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുമ്പോൾ ഞാൻ പാലക്കാട് ജില്ലയിലെ CITUവിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറി ആയിട്ട് കുറേ കാലം ഉണ്ടായി. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് പുതുശ്ശേരി മേഖലയിൽ ഞാൻ വെല്ലുവിളിക്കും 500ഓളം സ്ഥാപനങ്ങളിൽ 200 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയതെന്നാണ്. BPL അടച്ചുപൂട്ടിയതെന്നാണ്. ടാറ്റയുടെ ടെലിഫോൺ അടച്ചുപൂട്ടിയതെന്നാണ്. ഭഗവതി ടെക്സ്റ്റൈൽസ് അടച്ചുപൂട്ടിയതെന്നാണ്. മദ്രാസ് സ്പിന്നേഴ്സ് അടച്ചുപൂട്ടിയതെന്നാണ്. ഇപ്പോൾ പാപ്സിൻ, GTL ടെക്സ്റ്റൈൽ കമ്പനികളെല്ലാം ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. ലാഭകരമായി ഓടിയ ഒരു പൊതുമേഖലാ സ്ഥാപനമായിരുന്നു മലബാർ സിമെൻറ്റ്സ്. അത് നഷ്ടത്തിലായത് ആ കാലഘട്ടത്തിലാണ്. അവരുടെ കാലഘട്ടത്തിൽ തന്നെയാണ് 75% പവർ കട്ടിൽ ലോഡ് ഷെഡിംഗ് ഉണ്ടായത്. അവിടെയാണ് ഞങ്ങൾ BSൻ്റെ കാലഘട്ടത്തിൽ ഞാൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നു. ഇന്ത്യ രാജ്യത്തിൽ ആദ്യമായി സമ്പൂർണ്ണ വൈദ്യുതീകരണം നടപ്പിലാക്കി. പവർ ഓൺ ഡിമാൻഡ്, ക്വാളിറ്റി പവർ, സ്റ്റാറ്റ്യൂട്ടറി വോൾട്ടേജ് ഉറപ്പ് കൊടുത്തത് BSൻ്റെ കാലഘട്ടത്തിലും പിന്നീട് വന്ന പിണറായിൻ്റെ കാലഘട്ടത്തിലുമാണ്. അതിന് തുടക്കം പിണറായി ആയിരുന്നു. ഇവരുടെ കാലഘട്ടത്തിൽ അടച്ചുപൂട്ടിയതായി സ്ഥാപനങ്ങളല്ലോ. ചിലത് അടച്ചുപൂട്ടലിൻ്റെ വക്കത്തായിരുന്നു. ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് നടത്തിയല്ലോ എറണാകുളത്ത് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ്. വന്നതെന്താ? 2 സ്വർണ്ണക്കട. അതിനേക്കാളപ്പുറം എന്തെങ്കിലും വന്നിട്ടുണ്ടോ? എന്നിട്ട് ഇതെല്ലാം ഞങ്ങളുടേതാണ്. ആയിക്കോട്ടെ, കേരളത്തിലുണ്ടാകുന്ന നേട്ടത്തിൻ്റെ കാരണക്കാർ ഭരണപക്ഷിയും പ്രതിപക്ഷവും ഒക്കെയാണ്. അതങ്ങ് അംഗീകരിച്ചാൽ എന്താ പ്രശ്നം? അത് അംഗീകരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നുണ്ടോ? ഈ കേരളത്തിൻ്റെ നേട്ടം പറഞ്ഞു കഴിഞ്ഞാൽ അത് LDFനായിരിക്കും. വീണ്ടും LDF ഗവൺമെൻറ്റിൻ്റെ ഒരു തുടർച്ച ഉണ്ടാകും. ഈ ഭയത്തിൽ നിന്നാണ് ഈ വർത്തമാനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് കേരളീയ സമൂഹം ബഹുമാനപ്പെട്ട ശശി തരൂരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ സംവാദം ചർച്ചയാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ പറഞ്ഞ എല്ലാ കാര്യത്തോടും യോജിക്കാൻ കഴിയില്ല എങ്കിൽ പോലും ചിലത് വിയോജിപ്പുണ്ട്. സ്വാഭാവികമാണ്, ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. ചില കാര്യങ്ങളിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മാതൃകാപരമാണ്. കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് അതേറെ സഹായിക്കും.